പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ കാണുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഒരുപാട് എവല്യൂഷണറി സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ച രണ്ട് ആളുകളാണുള്ളത്. ഒന്ന് FW ടൈലറും ഹെൻറി ഫയോളും. നമ്മുടെ മാനേജ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ആളുകളാണ് ഇവർ. നമ്മൾ അടുത്ത സെഷനുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചും ഇവരുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുമാണ്. അതിൽ തന്നെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് FW ടൈലറിനെ കുറിച്ചാണ്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ was born in 1856 in Stettin. In 1884, he joined Midvale Steel Company as a mechanical engineer at the age of 28. Later, he moved to Bethlehem Steel Company in 1893. Frederick Taylor opened a independent consulting practice in Philadelphia. Through these consulting experience, Taylor perfected his management system. Using his engineering background, Taylor set out scientific studies and techniques. Taylor is regarded as father of scientific management. നമ്മൾ നേരത്തെ പറഞ്ഞ FW ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഒരു എൻജിനീയറിംഗ് അപ്രൻറ്റീസായിട്ട് ജീവിതം ആരംഭിച്ച അദ്ദേഹം 1884 തൻ്റെ 28ാമത്തെ വയസ്സിൽ മിഡ്വെയിൽ സ്റ്റീൽ കമ്പനിയിൽ ചീഫ് എൻജിനീയർ പദവിയിലെത്തി. അതിനുശേഷം സ്വന്തമായിട്ട് ഒരു കൺസൾട്ടൻസി തന്നെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ കൺസൾട്ടൻസി എക്സ്പീരിയൻസിൽ നിന്ന് ആർജിച്ചെടുത്ത തൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും മറ്റ് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് താഴെ കാണുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമുക്ക് ആ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Taylor thought that by scientifically analyzing work, it would be possible to find out one best way to do it. ടൈലറിൻ്റെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്താലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് the application of science for each and every element of management. According to Taylor, scientific management consists in knowing what you want men to do exactly and seeing it that they do it in the best and the cheapest manner. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സയൻറ്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് ഏറ്റവും നന്നായി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എന്താണോ തൊഴിലാളികളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് കൃത്യമായി അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു ആംബിയൻസ് സജ്ജീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Taylor's scientific management is based on certain principles. These principles are applied in practice with the help of certain techniques. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും അത് അപ്ലൈ ചെയ്യാൻ അദ്ദേഹം കുറേ ടെക്നിക്സും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. മുഖ്യമായും 4 പ്രിൻസിപ്പിൾസാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സയൻസ്, നോട്ട് റൂൾ ഓഫ് തം. സെക്കൻഡ് വൺ, ഹാർമണി, നോട്ട് ഡിസ്കോർഡ്. കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ, നോട്ട് ഇൻഡിവിജ്വലിസം. ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ടു ദ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇതാണ് അദ്ദേഹത്തിൻ്റെ 4 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് സയൻസ്, നോട്ട് റൂൾ ഓഫ് തം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ടൈലർ ഇൻസിസ്റ്റ് ദാറ്റ് each job performed in the organization should be based on scientific inquiry
and not on the basis of rule of thumb. In rule of thumb, decisions are taken on the basis of practical knowledge, not on the basis of scientific calculations. അദ്ദേഹം പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് പുരാതന കാലത്തൊക്കെ നമ്മൾ മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതലും പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൻ്റെ രീതിയിലായിരുന്നു. അതായത് അവരുടെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിൽ ഭൂരിഭാഗം തീരുമാനങ്ങൾ അവരെടുത്തിരുന്നത് സ്വന്തമായ അഭിപ്രായങ്ങളിലൂടെയാണ്, സ്വന്തമായ തീരുമാനങ്ങളായിരുന്നു, പേഴ്സണൽ ജഡ്ജ്മെൻറ്റുകളായിരുന്നു. അതിന് ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഒരു ശാസ്ത്രീയ പിൻബലവുമില്ലാതെ നമുക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന, സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയെയാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമുക്ക് ഉറപ്പില്ല, ഒരു പക്ഷേ വിജയിക്കാം, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ടൈലർ ഉദ്ദേശിക്കുന്നത് ഈ റൂൾ ഓഫ് തമ്പിന് പകരം സയൻസിനെ കൊണ്ടുവരാം, ശാസ്ത്രീയമായ രീതിയിലുള്ള തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, സയൻറ്റിഫിക് മെത്തേഡ് ഇൻവോൾവ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്സ് ത്രൂ വർക്ക് സ്റ്റഡി, യൂണിഫൈങ് ദ ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഡെവലപ്പിംഗ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് വിച്ച് വുഡ് ബി ഫോളോഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അതായത് കൃത്യമായ പഠനങ്ങൾ നടത്തി, കൃത്യമായ വിശകലനങ്ങൾ നടത്തി, അതിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ആയിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതല്ലാതെ ഒരു പ്രാക്ടീസ് ഇല്ലാതെ വെറും പ്രാക്ടിക്കൽ നോളജിൻ്റെ ഭാഗമായി മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അക്കോർഡിംഗ് ടു ടൈലർ, in an organization there should be complete harmony between the management and workers. Both should realize that each one is important. Management should share their gains of the company with workers, and at the same, workers must contribute their level best for the organization. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ല ഒരു ബന്ധമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൽ പറയുന്നുണ്ട്, ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആരും ആർക്കും മുകളിലുമല്ല താഴെയല്ല, എല്ലാവരും അവിടെ ആവശ്യമുള്ളവരാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഷുഡ് ഷെയർ ദ ഗെയിൻസ് ഓഫ് ദ കമ്പനി വിത്ത് ദ വർക്കേഴ്സ്. കമ്പനിയുടെ ലാഭം വർക്കേഴ്സിനും അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വർക്കേഴ്സ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ദെയർ ലെവൽ ബെസ്റ്റ്. അവർക്കുണ്ടാവുന്ന മാക്സിമം അവർ കൊടുക്കാൻ തയ്യാറാവണം. അതിൽ നമ്മുടെ ടൈലർ പറയുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് മെൻ്റൽ റെവല്യൂഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. അതാണ് ടൈലർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളെ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ഹാർമണി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. According to this principle, there should be complete cooperation between the employees and the management instead of individualism. Competition should be replaced by cooperation. For all important decisions taken by the management, workers should be taken into confidence. It ensures industrial peace. നമ്മുടെ മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇതിൽ പറയുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, വ്യക്തികൾ തമ്മിലുള്ള മത്സരങ്ങളല്ല അവിടെ വേണ്ടത്, പകരം വ്യക്തികൾ തമ്മിൽ സഹകരണമാണ് മുന്നോട്ട് വേണ്ടത്. ഇത് തൊട്ട് മുന്നത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോപ്പറേഷൻ. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ദേ നീഡ് ഈച്ച് അതർ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയറും എംപ്ലോയിയും രണ്ടും ആവശ്യമുള്ളതാണ്, രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ടൈലർ പറയുന്നുണ്ട്, നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സ്വതന്ത്രമായി ചിന്തിക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഒരു ട്രേഡ് യൂണിയൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എംപ്ലോയർ
ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതനുസരിച്ച് അവർക്ക് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ. അതുപോലെ തന്നെ there should be an utmost equal division of work and responsibility between the workers and the management. മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വർക്കേഴ്സും തമ്മിൽ അവരുടെ ജോലിയും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ഈക്വലായിട്ട് തുല്യമായ രീതിയിൽ വിധിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനും കൂടി കണക്കിലെടുത്ത് അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻഡസ്ട്രിയൽ പീസ്, ഒരു സമാധാനമായ അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ തേർഡ് പ്രിൻസിപ്പിളായിട്ടുള്ള കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഇതിൽ ടൈലർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നാലാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാം. ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. Workers' efficiency depends upon proper selection, training and assigning duties according to their qualification. This will ensure the greatest efficiency and prosperity for both company and workers. നമ്മളിവിടെ ടൈലർ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയാണ്. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ടാണോ അവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസും അതുപോലെ തന്നെ ട്രെയിനിങ്ങും എത്രത്തോളം സയൻറ്റിഫിക് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായി വരുന്ന എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന വരെയുള്ള ഘട്ടങ്ങൾ എല്ലാം സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും. അതനുസരിച്ച് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂടും, ഓർഗനൈസേഷൻ ഇൻടു പ്രോസ്പെരിറ്റിയിലേക്ക് കടക്കും. ഇതാണ് നാലാമത്തെ പ്രിൻസിപ്പിളിൽ നമ്മളുടെ ടൈലർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ 4 പഠിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ആയിരുന്നു സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതായത് സയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ശാസ്ത്രീയമായ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കണം, ഒരിക്കലും ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളാവാൻ പാടില്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ള ആവശ്യം ഭിന്നിപ്പല്ല, ഐക്യമാണ് എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. വ്യക്തി മഹത്വമല്ല, സഹകരണമാണ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആവശ്യം. അതുപോലെ നമ്മൾ നാലാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതും കൃത്യമായി ശാസ്ത്രീയമായിട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച 4 പ്രിൻസിപ്പിൾസ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.